നമുക്കറിയാം മതസാഹോദര്യം, അതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ ഉന്നതമായിട്ടുള്ള മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണകൂടം വീണ്ടും ഈ രാജ്യത്ത് അധികാരത്തിൽ വരും. നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും നമ്മുടെ രാജ്യം കടന്നു പോകുമെന്നൊരു പ്രത്യാശയുണ്ടല്ലോ. ആ പ്രത്യാശ നമുക്ക് നൽകുന്നത് ഈ ഭരണഘടനയാണ്. അതുകൊണ്ട് ആ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യമുള്ളത്. പ്രിയപ്പെട്ടവരെ, എപ്രകാരമാണോ കക്കോറി ട്രെയിൻ ആക്രമണ കേസിൽ അഷ്ഫാഖുള്ള ഖാനും രാംപ്രസാദിനുമൊക്കെ ഒരു തൂക്കുകയറിന്റെ രണ്ടറ്റത്ത് നിന്ന് രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാവാൻ സാധിച്ചത് 1925 ബംഗാൾ വിഭജനകാലത്ത് എപ്രകാരമാണോ ഹിന്ദുവിനും മുസ്ലിമാനും ഒറ്റക്കെട്ടായി ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായി ഭിന്നിപ്പിന്റെ ഭരിക്കാനുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിച്ചുകൊണ്ട് ഭരിക്കാനുള്ള ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ നിലപാടുകൾക്കെതിരായി എങ്ങനെ ഹിന്ദുവിനും മുസ്ലിമാനും ഒറ്റക്കെട്ടായി പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങാൻ പറ്റിയോ, അല്ലെങ്കിൽ മേജർ അബ്ദുൽ ഹമീദിന് എപ്രകാരം ഇന്ത്യ ചൈന യുദ്ധകാലത്ത് രാജ്യത്തിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ചുകൊണ്ട് പരംവീർ ചക്ര എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവി നേടാൻ സാധിച്ചു, അതുപോലെ ഇനിയുള്ള കാലത്തും നമുക്ക് ഒറ്റക്കെട്ടായി ജാതിക്കും മതത്തിനും സമുദായത്തിനും ഒക്കെ അതീതമായി ഈ രാജ്യത്തിനു വേണ്ടി രാജ്യത്തിന്റെ നമ്മുടെ പൂർവ്വസൂരികൾ തൂക്കുകയറിലേറിയും ആൻഡമാനിലേക്ക് നാടുകടത്തപ്പെട്ടും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഒരു പോരാടിയും നമുക്ക് തേടി തന്നിട്ടുള്ള സ്വാതന്ത്ര്യവും ഭരണഘടനയും സംരക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതുണ്ട്.